സിനിമാസ്കാരം, എൻ്റെ പേര് സിദ്ദീഖ് ഹസൻ. ട്യൂണർ എന്ന് പറയുന്ന സിനിമ ഒരു ഫ്ലാറ്റ് റേഷ്യോ ഫിലിമാണ്. ഫ്ലാറ്റ് 1.85:1 ആണ് ഇതിന്റെ ആസ്പെക്ട് റേഷ്യോ വരുന്നത്. ഞാൻ കാണാനെത്തിയിരിക്കുന്നത് എടപ്പള്ളിയിലുള്ള ലുലു മാളിലെ PVRലാണ്. ഇവർ 4DX സ്ക്രീനിലാണ് ഈ സിനിമ പ്ലേ ചെയ്യുന്നത്. ആക്ച്വലി 4DX എഫക്റ്റ് ഒന്നും ഇല്ലാതെയാണ് ഈ സിനിമ ഇവിടെ പ്ലേ ആവുന്നത്. ലുലു മാളിലുള്ള PVRൽ സ്ക്രീൻ 2 ആൻഡ് സ്ക്രീൻ 3 എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ സ്ക്രീനാണ്. പക്ഷേ ഇവർ 4DX സ്ക്രീനിൽ ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോയിലുള്ള ഈ സിനിമ കൊണ്ടിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 4DXന്റെ എഫക്ട്സ് ആയിട്ടുള്ള സ്മോക്ക്, പിന്നെ വാട്ടർ, മിസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മെഷീൻസാണ് മുകളിൽ കാണുന്നത്. അതൊന്നും വർക്ക് ചെയ്യാതെയുള്ള ഒരു പടമാണ്. 4DX സ്ക്രീനിൽ 4DX ഫോർമാറ്റിലുള്ള ഒരു പടമല്ല. പക്ഷേ ഇവർക്ക് ഫ്ലാറ്റ് സ്ക്രീൻ വേറെയുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ പ്ലേ ആയപ്പോൾ നിങ്ങൾക്ക് കാണാം, സൈഡിൽ അവിടെ ഇവിടെയും പില്ലർ ബോക്സ്ഡ് ആയിരുന്നു. നമ്മുടെ നായകൻ്റെ ജോലി പിയാനോ ട്യൂണിംഗ് ആണ്. പിയാനോയുടെ എത്ര ചെറിയ ശബ്ദമാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരന് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ പുള്ളിയുടെ ഈ കഴിവുണ്ടല്ലോ, ഇതാണ് സേഫ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സേഫിൻ്റെ ഡയലുണ്ടല്ലോ, ഡയലിൻ്റെ ശബ്ദമൊക്കെ മനസ്സിലാക്കി ഇത് അൺലോക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഗ്യാങ് പുള്ളിക്കാരൻ ഉപയോഗിക്കുകയാണ്. കഥയൊക്കെ കേൾക്കുമ്പോൾ ഒരു ക്രൈം ത്രില്ലർ എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പക്ക ക്രൈം ഡ്രാമയാണ്. നമ്മുടെ നായകൻ നിക്കി ഹാരി ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, നിക്കിയും കാമുകിയായിട്ടുള്ള റിലേഷൻഷിപ്പ്, നിക്കി ഈ ഗ്യാങ്ങിൻ്റെ, അതായത് ഈ ക്രൈമിൻ്റെ ഇടയിൽ പെടുമ്പോൾ നിക്കിയുടെ ലൈഫിലുണ്ടാകുന്ന മാറ്റങ്ങളും തുടങ്ങിയ കാര്യങ്ങളും, പിന്നെ അതിൻ്റെ റിഡംഷൻ, ഇതെല്ലാം വളരെ മനോഹരമായിട്ട് പറയുന്ന ഒരു സിനിമയാണ്. ഈ സിനിമ തിയേറ്ററിൽ കാണണമെന്ന് വെച്ചാൽ നിങ്ങൾ മസ്റ്റായിട്ടും തിയേറ്ററിൽ കാണണം. കാരണം ഈ സിനിമയിലെ നായകൻ്റെ കേൾവി എന്ന് പറയുന്നതാണ് എല്ലാം. അപ്പോൾ പുള്ളിക്കാരൻ കേൾക്കുന്ന ശബ്ദങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഗംഭീരമായിട്ടുള്ള ഒരു ഓഡിയോഗ്രാഫിയാണ് ഈ സിനിമയിലുള്ളത്. കാരണം ഈ ഓഡിയോഗ്രാഫി, സിനിമയുടെ ആ സൗണ്ട് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു അനുഭവമായിരിക്കും ഈ ട്യൂണർ എന്ന് പറയുന്ന സിനിമ നൽകുന്നത്. അതുകൊണ്ട് നിങ്ങളത് തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സിനിമയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്.